എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ കുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഥ ദശമോധ്യായ, 10-ാം അധ്യായം. ശ്രീകൃഷ്ണൻ്റെ ദ്വാരകാഗമനമാണ് ഈ അധ്യായത്തിൽ. ശൗനകൻ ചോദിച്ചു, ധർമാനുഷ്ഠാനത്തിൽ വ്യഗ്രതയോടുകൂടിയ യുധിഷ്ഠിരൻ സ്വസഹോദരങ്ങളുടെ സഹായത്തോടെ പരിദ്രവ്യത്തിൽ ആസക്തിയോടുകൂടിയ കൗരവാദികളെ പരാജയപ്പെടുത്തി സ്വരാജ്യം വീണ്ടെടുത്തുവല്ലോ. അതിനുശേഷം യുധിഷ്ഠിരൻ എന്തു ചെയ്തുവെന്ന് പറഞ്ഞു തന്നാലും. സൂതൻ പറഞ്ഞു, സർവേശ്വരനായ കൃഷ്ണൻ കുരുവംശത്തിലെ നൃപന്മാരാകുന്ന മുളകൾ തമ്മിൽ ഉരഞ്ഞുണ്ടായ അഗ്നിയിൽ ദഹിച്ചുപോയ വംശത്തെ സംരക്ഷിച്ച് യുധിഷ്ഠിരനെ രാജാവായി അവരോധിച്ചു. ഭീഷ്മരുടെയും കൃഷ്ണൻ്റെയും ഉപദേശം കൊണ്ട് അജ്ഞാനം നശിച്ച് വിജ്ഞാനം ഉദിച്ചവനായ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനെ ആശ്രയിക്കുന്നവനായും സഹോദരന്മാരുടെ അഭിപ്രായത്തെ മാനിക്കുന്നവനായും സമുദ്രാതിർത്തിയോടുകൂടിയ ഭൂമിയെ ഇന്ദ്രൻ സ്വർഗത്തെ എന്ന പോലെ പരിപാലിച്ചു. തൽഫലമായി മേഘങ്ങൾ കൃത്യമായി വർഷിക്കുകയും ഭൂമി സസ്യസമൃദ്ധമാവുകയും പശുക്കൾ ആവശ്യാനുസൃതമായി പാൽ നൽകുകയും ചെയ്തു. നദികൾ സ്വച്ഛന്തമായി ഒഴുകി, സാഗരങ്ങൾ അതിർത്തി ലംഘിച്ചില്ല. പർവ്വതങ്ങളിലെയും മറ്റു പ്രദേശങ്ങളിലെയും സസ്യലതാദികളും വൃക്ഷങ്ങളും ഋതുവിനനുസൃതമായ ഫലങ്ങളെ പ്രദാനം ചെയ്തു. യുധിഷ്ഠിരൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് പ്രജകൾക്ക് ആധ്യാത്മികമായോ ആദിദൈവികമായോ ആദിഭൗതികമായോ ഉള്ള ദുഃഖങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. സുഹൃത്തുക്കളായ പാണ്ഡവരുടെ ശോകശാന്തിക്കും സഹോദരിയായ സുഭദ്രയുടെ പ്രിയത്തിനും വേണ്ടി ശ്രീകൃഷ്ണൻ കുറച്ചുകാലം ഹസ്തിനപുരിയിൽ താമസിച്ച ശേഷം ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകുവാൻ തുനിഞ്ഞു. അപ്പോൾ പാണ്ഡവർക്കും സുഭദ്ര, പാഞ്ചാലി, കുന്തി, ഉത്തര, കൃപർ, ധൗമ്യമഹർഷി, സത്യവതി മുതലായവർക്കും അത്യധികമായ ദുഃഖമുണ്ടായി. കീർത്തിക്കപ്പെടുന്നതും അത്യന്തം ആനന്ദം നിറഞ്ഞതുമായ ശ്രീകൃഷ്ണൻ്റെ ലീലാവിലാസങ്ങൾ ഒരിക്കലെങ്കിലും ശ്രവിക്കുകയാണെങ്കിൽ വിദ്വാനായവൻ പിന്നെ അത് ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയില്ല. സജ്ജന സംസർഗം മൂലം ദുർജന സംസർഗത്തിൽ നിന്ന് മുക്തനായവൻ പിന്നെ ഒരിക്കലും സജ്ജന സംസർഗത്തെ വെടിയുവാൻ കൊതിക്കുകയില്ലല്ലോ. അതുപോലെ ദർശനം, സ്പർശനം, സല്ലാപം, ഒരുമിച്ചുള്ള ശയനം, ഇരിക്കൽ, ഭോജനം മുതലായവ കൊണ്ട് ഭഗവാനുമായി ഐക്യം പ്രാപിച്ച പാണ്ഡവർക്ക് പിന്നെ എങ്ങനെയാണ് ആ വിരഹം സഹിക്കുവാൻ സാധിക്കുക? അവരെല്ലാം ഭഗവാന്റെ തേര് പോകുന്നതും നോക്കി കണ്ണിമ വെട്ടാതെ നിന്നു. ഗൃഹത്തിൽ നിന്നും പുറപ്പെടുമ്പോൾ അമംഗളമായതൊന്നും സംഭവിക്കരുതെന്നോർത്ത് സ്ത്രീകൾ കണ്ണീരിനെ അടക്കി നിർത്തി. മൃദംഗം, ശംഖം, ചെണ്ട, വീണ, ദുന്ദുഭി, ഗോമുഖം, ദുന്ദുരി, തകിൽ, മണി, പെരുമ്പറ മുതലായവയിൽ നിന്നുള്ള മംഗളശബ്ദങ്ങൾ കൊണ്ടും അന്തരീക്ഷം മുഖരിതമായി തീർന്നു. ഭഗവാന്റെ എഴുന്നള്ളത്ത് കാണുവാനുള്ള കൗതുകം കൊണ്ട് മാളികയുടെ മുകളിൽ കയറി ഇരിക്കുകയായിരുന്ന കൗരവ സ്ത്രീകൾ പ്രേമം, ലജ്ജ, മന്ദസ്മിതം ഇവ കലർന്ന ഈക്ഷണങ്ങളാകുന്ന പുഷ്പങ്ങൾ കൃഷ്ണനിൽ വർഷിച്ചു. രത്നനിർമ്മിതമായ പിടിയോടുകൂടിയതും മുത്തുമാലകൾ അലങ്കരിച്ചതുമായ വെൺകൊറ്റക്കുട അർജുനൻ തന്നെ പിടിച്ചു. സാത്വികയും ഉദ്ധവരും ഭഗവാന് വെൺചാമരം വീശി. ദ്വിജശ്രേഷ്ഠന്മാർ അദ്ദേഹത്തിന് ആശീർവാദങ്ങൾ നേർന്നു. നിർഗുണനായ ഭഗവാന് ഇതൊന്നും യോജ്യമല്ലെങ്കിലും മാനുഷ്യരൂപം ധരിച്ചതുകൊണ്ട് യോജ്യമായിരുന്നു. ഭഗവാനിൽ ചിത്തമുറപ്പിച്ച കൗരവ സ്ത്രീകളുടെ പരസ്പര സംഭാഷണം വളരെ മനോഹരമായി അനുഭവപ്പെട്ടു. അവരിപ്രകാരം പറയുവാൻ തുടങ്ങി, ത്രിഗുണങ്ങളുടെ ആവിർഭാവത്തിന് മുമ്പ് യാതൊരുവനാണോ ലയാവസ്ഥയിൽ സ്വാത്മരൂപത്തിൽ ഇരുന്നിരുന്നത്, സത്വം മുതലായ ശക്തികൾക്കൊക്കെ ആശ്രയമായിരിക്കുന്ന പുരാണപുരുഷൻ തന്നെയാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ. വേദകർത്താവായ അദ്ദേഹം നാമരൂപങ്ങളില്ലാത്ത ആത്മാവിൽ നാമരൂപങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ച് കാലശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടതും തൻ്റെ അംശദൂതന്മാരായ ജീവികളെ മോഹിപ്പിക്കുന്നതും തൻ്റെ സൃഷ്ടിന്മുഖവും ശക്തി സ്വരൂപവുമായ യോഗമായയെ കൊണ്ട് ഇവയൊക്കെ സൃഷ്ടിക്കുന്നു. ജിതേന്ദ്രിയരായ യോഗികൾ പ്രാണനെ നിയന്ത്രിച്ച് സ്വഹൃദയത്തിൽ ഭക്തിയോടുകൂടി ദർശിക്കുന്നതും ഇദ്ദേഹത്തെ തന്നെയാണ്. യാതൊരുവനാണോ ഇക്കാണുന്ന ജഗത്തു മുഴുവൻ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത്,
വേദങ്ങളിലും മറ്റു ശാസ്ത്രങ്ങളിലും പോലും പ്രകീർത്തിപ്പിക്കപ്പെടുന്നത് യാതൊരുവനെയാണോ സർവവും ചെയ്യുന്നുവെങ്കിലും യാതൊരുവനാണോ നിസ്സംഗമായി നിലകൊള്ളുന്നത്, ആ സർവേശ്വരൻ തന്നെയാണ് ഇദ്ദേഹം. നൃപന്മാർ അധാർമികളും തമോ ഗുണയുക്തരുമായി തീരുമ്പോൾ ഇദ്ദേഹം ലോക നന്മയ്ക്കായി യുഗം തോറും നാനാവതാരങ്ങളെ സ്വീകരിച്ച് സത്യം, ധർമ്മം, ഐശ്വര്യം എന്നിവയെ പുനഃസ്ഥാപിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ തിരുവവതാരം കൊണ്ട് യാദവ വംശം ഏറ്റവും ശ്രേഷ്ഠമായി തീർന്നിരിക്കുന്നു. മധുരാപുരി ഏറ്റവും പവിത്ര സ്ഥലമായിരിക്കുന്നു. കാരുണ്യം നിറഞ്ഞ ഈക്ഷണങ്ങളോടുകൂടിയ ഭഗവാനെ നിത്യവും ദർശിക്കുവാൻ കഴിയുന്നതുകൊണ്ട് ദ്വാരകാവാസികൾ സ്വർഗസുഖത്തെ കാക്ഷിക്കുക പോലും ചെയ്യുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പത്നിമാർ നിശ്ചയമായും പൂർവജന്മങ്ങളിൽ വ്രതം, സ്നാനം, ഹോമം മുതലായവ അനുഷ്ഠിച്ചിരിക്കണം. അദ്ദേഹത്തിൻ്റെ അധരാവ്രതം പാനം ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടി ഗോപസ്ത്രീകൾ മോഹവിവശരായി തീർന്നു. ശിശുപാലൻ മുതലായവരെ പരാജയപ്പെടുത്തിയും നരകാസുരനെ വധിച്ചും ഇദ്ദേഹം നേടിയ പത്നിമാർ ഭഗവാനെ പതിയായി ലഭിക്കുക മൂലം ധന്യരായി തീർന്നിരിക്കുന്നു. അസ്വാതന്ത്ര്യം, അശുദ്ധി മുതലായവയോടുകൂടിയ സ്ത്രീത്വത്തെ അവർ പരിശുദ്ധമാക്കിയിരിക്കുന്നു. ഇപ്രകാരം പറയുന്ന കുലസ്ത്രീകളെ നോക്കി കടാക്ഷിച്ച ശേഷം ഭഗവാൻ യാത്ര തുടർന്നു. ഭഗവാനോടുള്ള സ്നേഹാധിക്യം കൊണ്ട് ധർമ്മപുത്രർ ചതുരംഗ സൈന്യത്തെ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കയച്ചു. കുറച്ചു ദൂരം ഭഗവാനെ പിന്തുടർന്ന ശേഷം യുധിഷ്ഠിരാദികൾ തിരിച്ചുപോയി. പാഞ്ചാലം, കുരുജാങ്കലം, മാത്സ്യം, ബ്രഹ്മാവർത്തം, സൗവീരം മുതലായവയെല്ലാം പിന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ക്ഷീണിച്ചവശകളായ കുതിരകളോടുകൂടി സ്വപുരിയെ പ്രാപിച്ചു. ഗഗനമാർഗത്തിലെ പ്രജകളുടെ എല്ലാം സ്തുതി ഏറ്റുവാങ്ങിക്കൊണ്ട് നേരം സന്ധ്യയായപ്പോഴേക്കും ഭഗവാൻ ദ്വാരകാപുരിയിൽ എത്തിച്ചേർന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ ശ്രീകൃഷ്ണ ദ്വാരകാഗമനം നാമ 10-ാധ്യായഃ. അങ്ങനെ 10-ാം അധ്യായം സമാപിച്ചു. ഇനി 11-ാം അധ്യായം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.